21ാം നൂറ്റാണ്ടിലെ ജനാധിപത്യ പ്രക്രിയകളുടെ സവിശേഷത അതേതെങ്കിലും തരത്തിലുള്ള കുശാഗ്ര ബുദ്ധിക്കാരായ സ്വേച്ഛാധിപതികളെ സൃഷ്ടിക്കുന്നു എന്നതാണ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുകയും ലഭിച്ചിരിക്കുന്ന അധികാരം നേരായ വഴിയിലൂടെ അല്ലാതെ ഉപയോഗിക്കുകയും അധികാരം നിലനിർത്താൻ എന്തും ചെയ്യാമെന്നുള്ള ബോധ്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു. രാഷ്ട്ര സംവിധാനങ്ങളെ പരിപൂർണമായി നിയന്ത്രിച്ച് പൊതുസമ്മതി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും ഈ കൂട്ടർക്ക് കഴിയുന്നു. ജനാധിപത്യത്തിന്റെ ദുർബലമായ ഭാഗങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റം വരുത്തിയും പുതുക്കിയും ചൂഷണം ചെയ്തും തങ്ങളുടെ അപ്രമാദത്വം നിലനിർത്താൻ അവർ ഏതറ്റം വരെയും പോകുന്നു. ഈ ഏകാധിപതികളുടെ ഏറിയ ശ്രദ്ധയും ഏതെങ്കിലും ചെറിയ വിഷയങ്ങളിലാവുകയും അവർക്ക് ചുറ്റും സഞ്ചരിക്കുന്ന കോർപ്പറേറ്റ് മാധ്യമ വിഭാഗം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഉപകരണങ്ങളെല്ലാം മോദി ഇന്ത്യയിൽ ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, ജനാധിപത്യത്തെ ഞെരിക്കുന്നതിനുള്ള പുതിയ സംവിധാനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. മോദി ഷാ ഇരട്ടകൾ പ്രവർത്തിക്കുന്ന മാനേജ്ഡ് ഡെമോക്രസിയിൽ നിയമ സംവിധാനം മുതൽ ഭരണഘടനാ സംവിധാനം വരെ സകലതും ഭരണകൂടത്തിന്റെ കയ്യിൽ അമരുകയാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ ഏറെ വിശ്വസ്തയോടെ വോട്ടെടുപ്പ് നടത്തിയ ഇലക്ഷൻ കമ്മീഷൻ വരെ രാജ്യത്തെ ഭരിക്കുന്നവർക്ക് നട്ടെല്ല് വളച്ചുകൊടുത്തോ എന്ന പൊതു സംശയം ഇന്ത്യയിൽ ആകമാനമുണ്ട്. 2014 BJP സർവാധിപത്യത്തിന് തുടക്കം കുറിച്ച ഇലക്ഷനിൽ അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ രാമക്ഷേത്രമുണ്ടായിരുന്നു. ഇന്ത്യ പൊതുവിൽ നേരിടുന്ന മാനവിക പ്രശ്നങ്ങൾ ഉന്നയിച്ചല്ല BJP ജനമധ്യത്തിലിറങ്ങിയത്, ആളിക്കത്തുന്ന വർഗീയത ഉപയോഗിച്ചാണ്. 90 മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന വർഗീയ കൃഷികളുടെ ആദ്യ വിളവെടുപ്പാണ് 2014 മോദി കൊയ്തത്. രാമക്ഷേത്രം സ്ഥാപിച്ചതോടെ BJP തിരഞ്ഞെടുപ്പുകളെ നേരിട്ട പ്രധാന മുദ്രാവാക്യം ഇല്ലാതായി. യൂണിഫോം സിവിൽ കോഡ് ദേശവ്യാപക പ്രതിഷേധത്തിനിടയാക്കിയതും തങ്ങൾക്ക് ശക്തിയുള്ള മേഖലകളിൽ നടപ്പാക്കിയതും BJP അതിന് ഒരായുധമാക്കുന്നുണ്ട്. എന്നാൽ പൊതുവിലെ സാഹചര്യം വർഗീയതയുടെ പഴയ മരുന്ന് ഏൽക്കുന്നതിന് അനുകൂലമല്ല. 2024 തിരഞ്ഞെടുപ്പിൽ വോട്ടും സീറ്റും ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷവും BJPക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ്. ജനം അഭിമുഖീകരിക്കുന്ന ദൈനംദിന പ്രശ്നങ്ങൾ സങ്കീർണമാംവിധം വർദ്ധിച്ചു. അത്തരം സാഹചര്യം ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കാൻ കാരണമായി. ഇതിനെ മറികടക്കാനും വരും ഭാവിയിലെ BJPക്ക് അധികാരം സുസ്ഥിരമാക്കാനും ഒരു വഴിയേ അവരുടെ മുന്നിലുള്ളൂ: ഇലക്ഷൻ കമ്മീഷൻ. 2024 പൊതു തിരഞ്ഞെടുപ്പിലും തുടർന്ന് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കമ്മീഷന്റെ ഭാഗമായി ഉയർന്ന കൃത്രിമത്വം കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു. രാജ്യവ്യാപകമായി തീവ്ര പരിഷ്കരണ പട്ടിക പ്രസിദ്ധീകരിക്കാൻ കമ്മീഷൻ തയ്യാറെടുക്കുമ്പോൾ അത് ഗുണത്തെക്കാളേറെ BJP സഹായ സംരംഭമായി മാറുമോ എന്ന ആശങ്കയ്ക്ക് ഇതൊക്കെയാണ് കാരണങ്ങൾ. പടിവാതിൽക്കലുള്ള ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ വിവാദ പട്ടികയിൽ നിന്ന് പുറത്തിരിക്കുന്നവർ 60 ലക്ഷത്തിന് മുകളിലാണ്. ഇഷ്ടക്കാരായ UPക്കാരെ തിരികെ കയറ്റിയും വിജയിക്കാൻ പ്രതിപക്ഷ വോട്ടർമാരെ പുറത്തിരുത്തിയുമാണ് ഇത് നടന്നത്. കേരളത്തിൽ തൃശൂരിലും BJP സമാന തന്ത്രം ആവർത്തിച്ചു. അധികാരം തിരഞ്ഞെടുപ്പ് വഴിയാണെന്നിരിക്കെ ആ സംവിധാനത്തെ മുഴുവനായും ഹൈജാക്ക് ചെയ്യാനാണ് സംഘ തീരുമാനം. അവരുടെ അതേ ഭാഷയിലാണ് ഇലക്ഷൻ കമ്മീഷനും സംസാരിക്കുന്നത്. കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിൽ തീവ്ര പരിശോധന വരുമ്പോൾ ആശങ്ക വർദ്ധിക്കുകയാണ്. പരിഷ്കരണം എന്ന പേരിൽ പടിക്ക് പുറത്താക്കാനാണ് കമ്മീഷൻ ശ്രമമെങ്കിൽ അത് രാജ്യത്തെ തന്നെ ഒറ്റുകൊടുക്കലാണ്. കേരളത്തിൽ വലിയ വഴികളൊന്നും ലഭിക്കാതിരുന്ന സംഘപരിവാറിന് കുറുക്കുവഴി ഉണ്ടാക്കുന്ന നടപടികളാവരുത് ഒരു തീവ്ര പരിഷ്കരണവും.